നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു 2 സ്കോർപിയോയുടെ ഫോട്ടോസ് വെച്ചിട്ട് കമ്പാരിസൺ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതിനകത്ത് കുറേ അധികം പേര് വന്ന് ഫ്ലഡ് എന്ന് കമൻറ്റ് ചെയ്തു. സംഗതി ഫ്ലഡ് അല്ല, അതിന് കോസ്റ്റൽ കൊറോഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കടലോര മേഖലകളിലുള്ള വണ്ടികളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കോസ്റ്റൽ കൊറോഷൻ. ഉപ്പിൻ്റെ അംശം കൊണ്ട് മെറ്റൽ പാർട്സ് പെട്ടെന്ന് കൊറോഡാവുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടെറാനോ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ടെറാനോ നോക്കാൻ പോയി, വണ്ടി തെറ്റില്ലാത്ത കുഴപ്പമില്ലാത്തൊരു വണ്ടി, മെക്കാനിക്കലി ഫിറ്റാണ്. മൈനറായിട്ടുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ വണ്ടിയുടെ അണ്ടർ ബോഡി ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ഈ കോസ്റ്റൽ കൊറോഷൻ്റെ സൈൻസ് കുറച്ച് സിവിയർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ആ വണ്ടി കൊടുക്കാനുള്ള ആളുടെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ ഒറിജിനൽ RC ഓണറുടെ വീട് എവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളി RC ബുക്ക് എനിക്ക് തന്നു. RC ബുക്ക് തന്ന് നോക്കിയപ്പോൾ കാസർഗോഡുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഗൂഗിൾ മാപ്പിൽ എടുത്തപ്പോഴത്തേക്കിനും കോസ്റ്റൽ ഏരിയ. അപ്പോൾ മനസ്സിലായി ഇത് കോസ്റ്റൽ കൊറോഷനാണ്. കോസ്റ്റൽ കൊറോഷൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി തരുന്ന ഒരു സാധനമാണ്. കാരണം കോസ്റ്റൽ കൊറോഷൻ നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിരുന്ന് സിവിയർ ആയിട്ട് ബോഡി പാർട്സ് ഡാമേജ് ആക്കും. കോസ്റ്റൽ കൊറോഷൻ തടയാനുള്ള പ്രൈമറി വേ എന്ന് പറയുന്നത് വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. ദെൻ എക്സ്പോസ്ഡ് ആയിട്ട് മെറ്റലുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രിവെൻറ്റീവ് കോട്ടിങ്സ് യൂസ് ചെയ്യുക. അണ്ടർ ബോഡി കോട്ടിങ് തന്നെ റസ്റ്റ് പ്രിവെൻഷൻ കപ്പാസിറ്റി ഉള്ള കോട്ടിങ്ങുകൾ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ കോസ്റ്റൽ കൊറോഷൻ തടയാൻ വേണ്ടി പറ്റും. പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇതിനെന്തെങ്കിലും ചെയ്താൽ, റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുള്ളൂ. എക്സ്ട്രീം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ പാർട്സ് മൊത്തം തുരുമ്പിച്ചിട്ട് ഹോളായി പോകുന്ന അവസ്ഥയായി പോകും.